ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി വിധിയെഴുത്താം. കാരണം ഈ നിലമ്പൂർ നിയോജക മണ്ഡലം നിങ്ങൾക്കറിയാം, ഇതിന് ഡീലിമിറ്റേഷന് ശേഷം 2011 UDF അവസാനമായി വിജയിച്ചത്. ആ വിജയിച്ചത് 5000 ചില്ലാനം വോട്ടിനാണ് എൻ്റെ പിതാവ് ജയിച്ചത്. അതിനുശേഷം 2 തവണയും ഈ മണ്ഡലം നഷ്ടപ്പെട്ടു UDFന്. ഒരു തവണ 11,000-ഓളം വോട്ടിന്, രണ്ടാമത് 2000 ചില്ലാനം വോട്ടിനും ഈ മണ്ഡലം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് UDFന് മുഴുവൻ പ്രവർത്തകരുടെയും ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. മാത്രമല്ല, കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാവണമെന്ന വാശിയും വീറോടും കൂടിയുള്ള പ്രവർത്തനം, അതിന്റെ കൃത്യമായ ഫലമുണ്ടായി. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, UDFന് ലീഡുണ്ടാവും. അത് പ്രതീക്ഷിക്കുന്ന 10,000-ന് മുകളിൽ ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ളൊരു വിജയം തന്നെ UDFന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ UDFന്റെ നേതൃത്വത്തെയാണ് നന്ദി പറയേണ്ടത്. കാരണം UDFന്റെ നേതൃത്വം അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണെങ്കിലും, പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും, അതുപോലെ തന്നെ ഇതിന് ഏറ്റവും നേതൃത്വം നൽകിയ ഹൈക്കമാൻഡ് KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡിൻ്റെ വലിയ പിന്തുണ, അതേപോലെ തന്നെ ഖാർഗേജിയുടെ പിന്തുണ, മാത്രമല്ല കേരളത്തിലേക്ക് വന്നാൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള, അത് പഴയ KPCC പ്രസിഡന്റുമാർ K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ അടക്കമുള്ള, VM സുധീരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളുടെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം, അതാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു വിജയമുണ്ടാകാൻ കാരണം. ഈ വിജയം കേരളം പ്രതീക്ഷിച്ചതാണ്. നിലമ്പൂരിന് പുറത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിജയമാണ്. ഇവിടെ ഈ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ അതിന് നേതൃത്വം നൽകിയത് AP അനിൽകുമാറും DCC പ്രസിഡന്റ് VS ജോയിയുമാണ്. AP അനിൽകുമാറും VS ജോയിയും, അതുപോലെ തന്നെ PK ബഷീർ MLA ഇതാ ഇവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. PK ബഷീർ MLA അടക്കം നിരവധി MLAമാർ, അതുപോലെ തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ നിലമ്പൂരിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. അതുപോലെ തന്നെ സർക്കാരിന് എതിരായിട്ടുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും തന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്.